അതുകൊണ്ട് ഇവിടെ ഉള്ള ആളുകളോട് പറയാം, ഇവിടെ തരുന്നതുകൊണ്ട് നാട്ടിലെ പള്ളി അവഗണിക്കരുത്. ഈ ബദർ മജ്‌ലിസിനെ സ്നേഹിക്കുന്നതുകൊണ്ട് വേറെ ബദർ മജ്‌ലിസിനെ ഒഴിവാക്കരുത്. ഈ ബദർ മജ്‌ലിസിന് വരുന്നതുകൊണ്ട് ഞാൻ അവിടെ പോകണ്ടല്ലോ, മറ്റോടത്ത് എനിക്ക് പോകേണ്ട ആവശ്യമില്ല ചിന്തിക്കരുത്. എവിടേക്ക് എത്താൻ പറ്റുമോ? ഇപ്പൊ ഈ പറഞ്ഞു പോയ ആളുണ്ടല്ലോ, അയാൾ എല്ലായിടത്തും ഓടിയെത്തുന്ന ആളാണ്. എല്ലാവരും വലിയ പൈസക്കാരനൊന്നുമല്ല, ഓടി നടന്ന് നല്ലോണം രാവും പകലൊക്കെ. ഞാൻ ചിലപ്പോ രാത്രി എന്റെ കൂടെ നടക്കുന്ന താഹിർ സഖാബിനെ ചോദിച്ചാൽ പല ദൂരെ ദിക്കുന്നൊക്കെ രാത്രി പാതിരാക്കൊക്കെ യാത്ര ചെയ്ത് 2 മണിക്ക് 3 മണിക്കൊക്കെ വരുമ്പോണ്ടോ ഈ ചങ്ങായി ഉണ്ടാവും റോട്ടുമ്മല്. ഇവിടെ ചിലപ്പോ കൊണ്ടോട്ടി ഉണ്ടാവും, ചിലപ്പോ കോട്ടക്കലുണ്ടാവും. അപ്പൊ എന്താ വേറെ എവിടെന്നെങ്കിലും ദിക്കറ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വണ്ടിയിലൊക്കെ തടഞ്ഞു പിടിച്ചെത്തനാണ്. എന്നിട്ട് എവിടെങ്കിലും ഹൈവേയിലെത്തും ഏതെങ്കിലും വണ്ടി. അപ്പോഴാവും ചിലപ്പോ നമ്മള് അവിടെ പോകുന്ന വൈകുന്നേരമൊക്കെ ഈ വെള്ളത്തിൽ തുണി വെപ്പാണ്, വെള്ളം കൊപ്പായം കാണുക. അപ്പൊ പാഞ്ഞ വണ്ടി കയറി നമ്മളെന്താവും വൈമലോടെങ്കിലും രാമനാട്ടുകാരോടെങ്കിലും തട്ടാൻ പറ്റുമോ തട്ടിക്കൂടാ, ഞാൻ എങ്ങനെങ്കിലും പോയിക്കോളുന്നു. അങ്ങനെ കുറെ മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ എല്ലായിടത്തും എത്തണം. നമ്മളെ തേടി ദുആ ആ കെട്ടും കെട്ടിയിട്ട് കിബിലക്ക് തിരിച്ച് കിടത്തിയിട്ട് ആ മുണ്ടും മാറ്റിയിട്ട് മണ്ണിലേക്ക് ചേർത്തി കിടത്തുന്ന ഒരു സമയം, അതൊരു വല്ലാത്ത നിമിഷമാണ്. ആ സമയത്തേക്ക് പ്രാർത്ഥനകൾ നമുക്ക് സന്തോഷങ്ങളും ആനന്ദങ്ങളുമായി നമ്മളെ മുന്നിലേക്ക് ഓടി വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ റമദാനിൽ ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താം, നിങ്ങളെല്ലാം നല്ല അഡ്രസ് ഉള്ളോടത്ത് ആവണം കേട്ടോ. ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നോർത്ത് നിങ്ങൾ പോകരുത്. ഓൺലൈൻ മജ്‌ലിസുകൾ ഏതെങ്കിലും ഒരു പച്ചക്കെട്ടോ ഏതെങ്കിലും ഒരു തലയെക്കെട്ടോ ഏതെങ്കിലും ഒരു ഷാളോ കണ്ടിട്ട് നിങ്ങൾ പെടരുത്. ഞാൻ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് പെട്ടെന്ന് ഫോൺ തുറന്നപ്പോ ഒരാള് ദിക്റാൽക്ക് അടുത്തുണ്ട്. ഞാൻ അങ്ങനെ അന്തം വിട്ടുപോയി. എത്ര ആളുകൾ അയാളെ ലൈവില് അറിയോ? നമ്മൾ അസ്മാഉൽ ബദറിൽ ഇപ്പൊ 250-300 ആള് വരെ കയറൂല. ആ സ്ഥാനത്ത് ഞാൻ അങ്ങനെ കണ്ടപ്പോ ഭയങ്കര നല്ല സന്തോഷം തോന്നി. വലിയ താടിയും വലിയൊരു കെട്ടും അതിന്റെ കൂട്ടത്തിൽ ഒരു പച്ച പുതപ്പൊക്കെ ഉണ്ട്. എന്നിട്ടോ എന്തൊക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നിടത്ത് എന്താ ചെല്ലണത്? സ്വലാത്ത് ചെല്ലുന്നിടത്ത് എന്താണ് നിർത്തുന്നത്? ഏതാണ് അക്ഷരം? ഒന്നും അറിയില്ല. ആധുനിക കാലഘട്ടത്തിൽ ഏത് പരിപ്പും പോകും, അങ്ങനത്തെ അടുപ്പുകളുണ്ട്. ഇപ്പതാ ഗ്യാസ് കിട്ടാതായപ്പോ ഏത് പാത്രവും വെക്കാം, ചട്ടി വരെ വെക്കാൻ പറ്റിയ കറണ്ട് അടുപ്പ് ഇറങ്ങിയ. അത് നമ്മള് പണ്ടത്തെ അടുപ്പാണ്, അത് പുതിയ മോഡൽ ഇറങ്ങിയതാ. പണ്ടുണ്ടെങ്കിൽ ഒരു മറ്റേ പെണ്ണിന്റെ ഉള്ളിലുള്ള സ്പ്രിങ് കത്തണമായിട്ടൊരു അടുപ്പ്, കറണ്ട് ഇങ്ങനെ ഡബിൾ കത്തലെത്തൂല, എല്ലാരും ഒഴിവാക്കിയാണ്. അതിപ്പോ ചില്ലിന്റെ ഉള്ളിൽ ആ കോയിൽ കത്തിച്ചിട്ട് വരെ ഏത് ചട്ടിയും വെക്കാം. സാധുക്കൾ പോയി വാങ്ങണം. ഗ്രില്ല് കോഴി ചൂടാന്നാണ് ഇങ്ങനെ കാണിക്കുക. ആൾക്കാർ പോയി എത്ര ആൾക്കാരെ വാങ്ങി. കറണ്ട് ബില്ല് വരുമ്പോ 4 ഗ്യാസ് കുറ്റിന്റെ പൈസ ആവും. ഏതായാലും എന്തും വേവുന്നത്തെ കാലത്ത്. അതുകൊണ്ട് അത്തരം അറിയാത്തവരുടെ ഇടയിൽ പെട്ടുപോകരുത്. 4 ആള് കൂടുമ്പോ എന്തെങ്കിലും വിഡിത്തം വിളിച്ചറിയണം. അതിലങ്ങനെ നമ്മളങ്ങോട്ട് അവരിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെന്ത് വിഡിത്തവും പറയുമ്പോ നമ്മൾ പെട്ടുപോകും, പിന്നെ തിരിച്ചു വരാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് കേരളത്തിൽ അറിയപ്പെട്ട ആലിമീങ്ങൾ, അതിൽ AP വിഭാഗം EK വിഭാഗം എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. നിങ്ങൾ EK വിഭാഗത്തിന് അംഗീകരിച്ചോളൂ. AP വിഭാഗത്തിന് നല്ല അസലുള്ള പണ്ഡിതന്മാരാണ്. അവരുടെ നല്ല നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വഅദും ദിക്റും സ്വലാത്തും സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാം, പങ്കെടുക്കാം, കൂടാം. അതല്ലാത്ത ഏതെങ്കിലും ആളുകൾ എവിടെന്നെങ്കിലും താടിയുടെയോ തലേക്കെട്ടിന്റെയോ നീളം കണ്ടിട്ട് കൂടെ കൂടിയാൽ ഏതെങ്കിലും പുതിയ കള്ളത്തരങ്ങളിലും വിഡ്ഢിത്തരത്തിലും പെട്ട് നമ്മൾ പേച്ചുപോകും. നമ്മളെ കുടുംബം പേക്കും. ആ കെട്ടും കെട്ടി കിബിലേക്ക് തിരിച്ചു കടത്തുമ്പോണ്ടല്ലോ നമ്മളാകെ വയന്നു പോകും. ഈമാൻ പേച്ചുപോയാൽ താടിയുടെയും തലേക്കെട്ടിന്റെയും വലുപ്പത്തിന് ഫലമില്ലാതെ പോകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്ലീസ്. അറിവുണ്ടായിട്ടും കാര്യമില്ല, ഹിദായത്തില്ലെങ്കിൽ. ഖുർആൻ കൊണ്ട് കളിച്ചിട്ടൊന്നും കാര്യമില്ല, ഹിദായത്ത് വേണം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, അസ്ലുള്ള ആലിമീങ്ങൾ, അസ്ലുള്ള സയ്യിദന്മാർ. അസ്ൽ എന്ന് പറഞ്ഞാൽ അറിയുന്ന, അറിയപ്പെടുന്ന, അറിയപ്പെടാത്ത എവിടുന്നോ പെട്ടെന്ന് പൊന്തിയ ഒരാള്. ആർക്കും ഇയാൾ ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇയാൾ ആരാന്ന് ചോദിച്ചാൽ ഒരു കുട്ടിക്ക് അറിയില്ല. ആള് ഭയങ്കര കൂടുന്നുണ്ട്. അതന്നെ, ആള് വല്ലാതെ കൂടുമ്പോ പേടിക്കണം. എന്തോ ഒരു ഇബ്ലീസിന്റെ ആകർഷണീയത അതിലുണ്ട്. ഇബ്ലീസിന്റെ ആകർഷണീയത ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആളുകൾ ആകർഷിക്കുക. ആ സ്ഥാനത്ത് നിങ്ങൾ ആലോചിക്കുക, നല്ല നല്ല വലിയ മഹാന്മാരെ ഉസ്താദുമാരുടെ വയലും പേരോട് ഉസ്താദിന്റെ വയലൊക്കെ കേൾക്കാൻ ആരാളുള്ളത്? അങ്ങനെ അറിയപ്പെട്ട വലിയ വലിയ ആളുകളുടെ ഉപദേശം കേൾക്കാൻ ആരാളുള്ളത്? ആ സ്ഥാനത്ത് മദ്രസ 5ാം ക്ലാസ് പോലും പോകാത്ത പുതിയ കാലഘട്ടത്തിൽ ഓൺലൈനിൽ ആളോട് കൂടിയ മാസത്തിൽ 10,000 വരും. അതൊരു ഉപജീവന മാർഗമാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്നു. സാധുക്കൾ ആത്മീയതയുടെ പേരിൽ നല്ലൊരു വയലും ക്ലാസും കൊടുത്താൽ അവിടുന്ന് ആത്മീയത കിട്ടൂല. കാരണം ഇബ്ലീസ് അവിടുന്ന് ഇങ്ങനെ ബാക്കോട്ട് വലിക്കും. ആത്മീയത പറഞ്ഞാൽ കിട്ടുക, ആത്മീയത കിട്ടുക, ഇബ്ലീസിന്റെ ആകർഷണീയത കൂടുതൽ കിട്ടുന്നു.
അപ്പൊ ആത്മീയത കിട്ടുന്നുണ്ട് ഞാച്ചൊക്കെ മോശമെന്നൊന്നുമല്ല. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ആത്മീയത തോന്നിയോണ്ടാണ് കുറച്ച് ആൾക്കാർ വരുന്നത്. എന്നാലും ചില ആൾക്കാരൊക്കെ കൂടെ അഭിപ്രായം പറയും നമ്മുടെ ഉഷാറാക്കി കൂടെ മതി, ഇങ്ങനെയുള്ള ഉഷാറൊക്കെ മതിയേറും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പരിശുദ്ധ റമദാൻ നമുക്ക് വലിയ സമാധാനമാണ്. ഈ റമദാനം കൊണ്ട് കഴിയുമ്പോൾ ഈ കിട്ടിയ സമാധാനം നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.